അഹദായോനേ നാദ സ്വമദായോനേ നാദ അകക്കണ്ണിൻ്റെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب. عيشي بلادي عاش اتحاد إماراتنا عشتي لشعب دينه الإسلام حدئ القرآن حصنتك بسم الله يا وطن بلادي 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 حماك الإله الشرور الزمان أقسمنا أن بني نعمل نخلص مهما عشنا نخلص دام الأمان وعاش العلم يا إماراتنا رمز العروبة كلنا نفديك بالدماء نرويك نفديك بالأرواح يا وطن. السلام عليكم. പ്രിയപ്പെട്ടവരെ, വിസ്ഡം കളിച്ചങ്ങാടത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്വാഗത ഭാഷണത്തിനു വേണ്ടി വിസ്ഡം UAE ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ അജ്മാൻ അവരെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. Under the auspices of His Highness Sheikh Dr. Sultan bin Muhammad Al-Qasimi Hafizahullah, member of the Supreme Council of UAE and ruler of Sharjah, we are now gathered in the 44th Sharjah International Book Fair. This is a globally recognized event. Respected scholars and the leaders on the dais and students and parents, our dear brothers attending from various parts of the UAE, we are extremely happy to welcome you all to this auspicious great event being held at the Sharjah International Book Fair's ballroom here in Sharjah. As we know, we are participating in the 44th Sharjah International Book Fair. Sheikh Sultan's message to the world is to create a reading community and ensures the availability of quality books to all, and from this concept we turn book fairs into an oasis of knowledge and enlightenment. For this concept, he wants to ensure the children are getting the best knowledgeable books available in the world, and this 44th event is proving a witness to that.
ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PM അബ്ദുൽ ലത്തീഫ് മദനി, ബഹുമാന്യ പണ്ഡിതനും ഖുർആൻ തർജ്ജമ ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വൈസ് പ്രസിഡൻറ്റും പണ്ഡിത സഭയുടെ റയീസുമായിട്ടുള്ള കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK അഷ്റഫ് സാഹിബ്, ഷാർജ മസ്ജിദുൽ അസീസിലെ ഖത്തീബും ഓദറുമായിട്ടുള്ള ബഹുമാനായ ഹുസൈൻ സലഫി തുടങ്ങി മറ്റ് സ്റ്റേജിലും അതുപോലെ തന്നെ സദസ്സിലുമുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങളെ, നമ്മുടെ മഹത്തായ ഈ കുട്ടികളുടെ ഈ പരിപാടി കളിച്ചങ്ങാടത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മക്കളെയും ഏറെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ സഹോദരങ്ങളെയും ഏറെ സന്തോഷത്തോടുകൂടി ഷാർജ ബുക്ക് ഫെയറിൻ്റെ ഈ ഗ്ലോബൽ വെന്യൂ കളിച്ചങ്ങാടം എന്ന ബാലവേദിയിലേക്ക് സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നാടുവിട്ട് പ്രവാസത്തിലെത്തിയിട്ടുള്ള നമുക്ക് നമ്മളെ വീടിനേക്കാൾ നാടിനേക്കാൾ സൗകര്യം ഈ ഇമാറാത്തിൽ ചെയ്തു തന്നിട്ടുള്ള ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഭരണാധികാരികൾ ഈ നാടിൻ്റെ സുരക്ഷിതത്തിനും ഈ ഭരണാധികാരികളുടെ നന്മയ്ക്കും ദീർഘായുസ്സിനും വേണ്ടി നിരന്തരം ദുആ ചെയ്യുകയും അതോടൊപ്പം അനുസരണയുള്ള നല്ലൊരു സമൂഹമായി ഇവിടെ കഴിയുകയും ചെയ്യുന്ന നമുക്ക് ഈ നാട് നൽകുന്ന ഏറ്റവും വലിയ ആദരവാണ് ഇത്തരത്തിലുള്ള വേദികൾ. അതുകൊണ്ട് തന്നെ ശാക്കിര്യങ്ങളായിക്കൊണ്ട് ഇത്തരം പരിപാടികളിൽ നമ്മൾ നിരന്തരം പങ്കെടുക്കുകയും ഇതിനു വേണ്ടുന്ന എല്ലാ ഹൈറാത്തുകൾക്കും ബറക്കാത്തുകൾക്കും വേണ്ടി ഇമാറാത്തിനും വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. എൻ്റെ കർത്തവ്യം നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ വേദിയുടെ ഉദ്ഘാടന സെഷൻ്റെ തുടക്കത്തിൽ ബഹുമാനായ അബ്ദുസലാം ആലപ്പുഴയെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈർ. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി അൽ റാഷിദ് ഖുർആൻ സ്റ്റഡി സെൻറ്റർ പ്രസിഡൻറ്റും വിസ്ഡം UAE ജനറൽ സെക്രട്ടറിയുമായ ബഹുമാന്യനായ അബ്ദുസലാം ആലപ്പുഴയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി അസ്ഹാബിഹി അജ്മഈൻ. ഏറെ സന്തോഷമുള്ള ഒരു സദസ്സാണ്. അൽഹംദുലില്ലാ. 10ാമത്തെ വർഷം, വെറും 12 വർഷം മാത്രം പ്രായമുള്ള ഈ കൂട്ടായ്മ, ഞാൻ പറയുന്നത് ചരിത്രത്തിൻ്റെ പിന്നിലോട്ട് പോകാൻ ഒരുപാട് സംവത്സരങ്ങളുടെ ചരിത്രമുണ്ടെങ്കിലും ഈ പുതിയ കൂട്ടായ്മയ്ക്ക് 12 വർഷത്തെ പ്രായമേ ഉള്ളൂ. അതിൽ 10ാമത്തെ വർഷത്തെ പങ്കാളിത്തമാണ് നമുക്കിവിടെ ഉള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളെ ഇവിടെ എത്തിച്ച ഈ നാടിൻ്റെ സുൽത്താനായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ മുഹമ്മദ് അൽ ഖാസ്മിക്ക്, അദ്ദേഹത്തിൻ്റെ ടീമിന് എല്ലാവിധ നന്ദിയും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് കേൾക്കാൻ നമ്മുടെ പണ്ഡിതന്മാരുണ്ട്. അവരെ ഓരോന്നായിട്ട് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയ ഉസ്താദ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ സാഹിബാണ്. അദ്ദേഹത്തെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യുഅ്തിൽ ഹിക്മത മൻ യശാ ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. ആദരണീയരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഹീനമ അഖൂം في هذه المنصة المباركة أولا أحمد الله سبحانه وتعالى للحصول على هذه الفرصة الطيبة
في هذه البلدة المباركة. وقد جئنا من جنوب الهند من كيرلا أهل المليباريين إلى هذه المنصة، إلى هذا المعرض المبارك الذي يجري منذ عشرات من السنين، والآن هذا المعرض يجري تحت صاحب السمو الشيخ الدكتور سلطان بن محمد القاسمي عضو المجلس الأعلى حاكم الشارقة حفظه الله تعالى وتولاه، وعلى رئاسة الشيخة بدور بنت سلطان القاسمي حفظه الله تعالى ورعاها. وأشكر ثانيا قادة هذه البلدة المباركة وطنا وشعبا لإقامة هذا المعرض الكبير الذي هو من أكبر معارض العالم، وخاصة للعلوم الإسلامية والثقافية. وفي هذه الفرصة المباركة نحن نفتح قلبي مرتبطين للاشتراك في هذه المعارض وللمشاركة في هذه البرامج الثقافية والحضارية والدينية. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, നമുക്കറിയാം ഈ മയറലിൻ്റെ, ഈ ബുക്ക് ഫെയറിൻ്റെ ഈ വർഷത്തെ ക്യാപ്ഷൻ, ഇതിൻ്റെ മുദ്രാവാക്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ് ഇന്നത്തെ മുദ്രാവാക്യം? പ്രിയപ്പെട്ട മക്കളെ, ഈ മയറലിൻ്റെ മുദ്രാവാക്യം എന്താണിന്ന്? പറയൂ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? ഈ മയറലിൻ്റെ മുദ്രാവാക്യം ബൈനക വ ബൈനൽ കിതാബ് എന്നാണ്. ബൈനക വ ബൈനൽ കിതാബ്, നിൻ്റെയും വായനയുടെയും ഗ്രന്ഥത്തിൻ്റെയും ഇടയിൽ ഈ രാജ്യത്തെ സുൽത്താൻ, ഇതിൻ്റെ ഭരണാധികാരികൾ, അറിവിനെ സ്നേഹിക്കുന്ന, വിജ്ഞാനത്തെ സ്നേഹിക്കുന്ന ഇതിൻ്റെ ഭരണാധികാരികൾ നമ്മളോട് പറയുകയാണ്, പുസ്തകം തുറന്നു വെച്ചുകൊണ്ട് നിങ്ങൾ പുസ്തകം വായിക്കുക. പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, വായിക്കുക റബ്ബിൻ്റെ നാമത്തിൽ. ആ ഇഖ്റയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട്, അറിവ് ഉൾക്കൊണ്ടുകൊണ്ട്, പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു ഗ്രന്ഥ ശേഖരങ്ങളുടെ മഹാസാഗരം ഇവിടെ തീർത്തിരിക്കുന്നത്. ഇവിടെയുള്ള വിജ്ഞാന കുതുകികൾക്ക് വേണ്ടി ബൈനക വ ബൈനൽ കിതാബ്, നിൻ്റെയും പുസ്തകത്തിൻ്റെയും ഇടയിൽ. ഇതിലൊരു വലിയ ആശയമുണ്ട്. പുസ്തകമാണ് പ്രധാനം. ഇന്ന് വായിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ. അതിൽ കൂടി ചപ്പുകളും ചവറുകളും വായിക്കാതെ വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട് വായിക്കണമെന്നാണ് ഈ വലിയ ഈ മഹാ എക്സിബിഷൻ നമുക്ക് നൽകുന്ന സന്ദേശം. ഞാൻ ഓർക്കുകയാണ്, ഇതിൻ്റെ മുമ്പ് ഹക്കദാ നബ്ദഉ, ഇങ്ങനെയാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. അല്ലാഹു തആല ആരംഭിച്ചത് ഇഖ്റ കൊണ്ടാണ്. ഹക്കദാ നബ്ദഉ, കഴിഞ്ഞ വർഷത്തെ ക്യാപ്ഷൻ അതാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഹക്കദാ നബ്ദഉ, ഇങ്ങനെയാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. അള്ളാഹു ആരംഭിച്ച പോലെ വായിക്കാൻ, തുറന്നു വെച്ച പുസ്തകങ്ങളിൽ കൂടി വിജ്ഞാനം നുകർന്ന് ലോകത്തിൻ്റെ നെറുകിലെത്താൻ. ഏതാനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒന്നുമല്ലാതിരുന്ന ഈ മരുഭൂപ്രദേശത്തെ വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും ലോകത്തിൻ്റെ മുമ്പിലെത്തിച്ചത് വായനയും ഹിക്മത്തും അറിവുമായിരുന്നു എന്ന സന്ദേശമാണ് കഴിഞ്ഞ വർഷം നമുക്ക് നൽകിയത് ഹക്കദാ നബ്ദഉ. ഞാൻ ഓർക്കുന്നു, അതിൻ്റെ മുമ്പ് നടന്ന സന്ദേശം നതഹദ്ദസു കുതുബൻ, നമുക്ക് പുസ്തകങ്ങളോട് സംവദിക്കാം.
അങ്ങനെ പുസ്തകങ്ങളോട് അറിവുകളോട് സംവദിച്ചുകൊണ്ട് അറിവ് കൊണ്ട് ആരംഭിച്ച് അവിടെ നിന്ന് ജീവിതത്തെ ആരംഭിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തലമുറകളായി ഈ സന്ദേശം കൈമാറുവാൻ വേണ്ടി നമുക്ക് ഈ വേദി ഒരുക്കിയിട്ടുള്ളത്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് ഉപയോഗപ്പെടുത്തുക, വായിക്കുക, പഠിക്കുക. ഇന്ന് വായിക്കാനും പഠിക്കാനും ഖുർആനിൻ്റെയും ഇസ്ലാമിക ജ്ഞാനങ്ങളുടെയും മഹാ ആഴത്തിലേക്ക് ഊർന്നിറങ്ങാനുമുള്ള ഒരുപാട് സൗകര്യമുള്ള ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളെ കുട്ടികളെ സോഷ്യൽ മീഡിയയുടെ ആ ചങ്ങലകളിൽ പൊട്ടിച്ചെടുത്ത് നന്മയുടെയും വായനയുടെയും അറിവിൻ്റെയും തെളിഞ്ഞ നീരിലേക്ക് കൊണ്ടുപോകണമെന്നും പ്രിയപ്പെട്ട മക്കളെ വായിച്ച് വളർന്ന് വിജ്ഞാന കുതുകികളായി ലോകത്തിൻ്റെ നെറുകയിലെത്താൻ ശ്രമിക്കണമെന്നും ഈ ഉദ്ഘാടന വേദിയിൽ നിങ്ങളോട് ഒരു രക്ഷിതാവിനെ പോലെ ഞാൻ ഉപദേശിച്ചുകൊണ്ട് ഈ മഹത്തായ ഈ പ്രോഗ്രാം അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇൻ്റർനാഷണൽ ചിൽഡ്രൻ കോൺഫറൻസ് ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യ പണ്ഡിതൻ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂരിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇനി ഏതാനും വാക്കുകളിൽ നമ്മളോട് ആശംസകൾ പറയാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനിയെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനിഹി വശുക്രു ലഹു അലാ തൗഫീഖിഹി വംതിനാനിഹി. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തഅളീമൻ ലിശഅനിഹി വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു ദാഇ ഇലാ റിദ്വാനിഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഇഖ്വാനിഹി. അയ്യുഹൽ ഇഖ്വ الأعزاء والطلبة الصغار الذين حضروا في هذه المنصة العجيبة المعجبة، لكم التهنئة لإعداد هذا البرنامج الكبير الخلاب. وأنا أشكر أولاً صاحب السمو الشيخ الدكتور سلطان بن محمد القاسمي عضو مجلس الأعلى وحاكم الشارقة على تهيئة هذا المكان وعقد هذا المعرض الكبير الدولي العالمي الذي يتحدى العالم بهذا الجمع الكبير من المعلومات العجيبة في هذه الصحراء. فنحن نفتخر لهذه الخدمة الجليلة التي قدمها صاحب السمو الشيخ الدكتور سلطان بن محمد القاسمي لأبناء هذه الدولة خاصة وأبناء الدول الخليج عامة. ولا نرى مثل هذه المعرض في أي دولة خليجية إلا في هذا المكان. هذا فخر للمسلمين وفخر لأهل الإسلام وفخر للأمة الإسلامية. فنحن جئنا من مسافة البعيدة من كيرلا، من جنوب كيرلا، ممثلين جمعية الحكمة الإسلامية Wisdom Islamic Organization، وكذلك الأجنحة المتعددة لهذه الجمعية جمعية الحكمة الإسلامية للحضور في هذا المعرض العجيب ونشاهد ما شاء الله من المشاهد الخلابة الجميلة والكتب المرتبة القيمة. وقد حشد هذا المعرض
العقول العالمية في مكان واحد، وأنت تختار في أي كتاب أنت تتحير من المعلومات المجموعة في هذه الكتب الصغيرة. فلذلك أنا لا أطيل كلامي، وأبناؤنا الصغار أبناء في مجال التعليم الديني والتعليم الثقافي التي يديرها الفرع الشارقة أو فرع الإمارات العربية المتحدة من الأبناء الصغار من جمعية الحكمة الإسلامية، وهم زينة لهذا المعرض، وهم زينة لهذا المعرض وعنوان لهذا المعرض. وكل سنة أنتم تعقدون هذا البرنامج، فأشكر أولا وأخيرا لصاحب السمو حاكم الدولة وحاكم شارقة لإتاحة هذه الفرصة لنا، ونسأل الله سبحانه وتعالى أن يحفظه ويتولاه ويطول عمره ويؤيد أيديه لخدمة الأمة الإسلامية. وبارك الله فيكم، وأختتم كلامي هذا وأشكر الله لكم وجزاكم الله خير، وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد. ആശംസാ സംസാരത്തിനു വേണ്ടി മസ്ജിദുൽ അസീസ് ഖതീബും പ്രമുഖ വാഗ്മിയുമായി ഹുസൈൻ സലഫി ഷാർജയെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. أولا أشكر الله سبحانه وتعالى على توفيق هذا المنة، وثانيا أشكر حاكم الشارقة سمو الشيخ الدكتور سلطان محمد القاسمي حفظه الله ورعاه، وبنته الشيخة بدور بنت سلطان القاسمي حفظها الله. പ്രിയ സഹോദരങ്ങളെ, മഹത്തായ ഒരു ഉദ്ദേശത്തെ മുൻനിർത്തിക്കൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ UAE ഘടകം ഇവിടെ കുട്ടികൾക്കുള്ള കളിച്ചങ്ങാടം എന്ന പേരിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു കലോത്സവങ്ങളുടെയോ കുട്ടികളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നതിലും അപ്പുറം മഹത്തായ ഒരു ലക്ഷ്യമാണ് ഈ കൂട്ടായ്മക്ക് ഈ ബാലവേദിയെ സംഘടിപ്പിക്കുന്നതിലൂടെയുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ കൃത്യമായ നിർദ്ദേശം രക്ഷിതാക്കളോട്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ. രക്ഷിതാക്കളോടുള്ള കൽപ്പനയാണത്. നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. ഈ ലോകത്ത് മാത്രമല്ല അവരെക്കുറിച്ച് നമുക്കുള്ള പ്രതീക്ഷ. മരണാനന്തരം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അതുപോലെ തന്നെ മരണാനന്തരം അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്കനുകൂലമായി സംസാരിക്കുന്ന നല്ല മക്കളായി നമുക്ക് അവർ മാറണം എന്നുള്ള പ്രതീക്ഷയാണ് രക്ഷിതാക്കളായ നമുക്കുണ്ടാവേണ്ടത്. അതാണുള്ളതും. അതിനാവശ്യമായ നിർദ്ദേശമാണ് അള്ളാഹു രക്ഷിതാക്കളോട് പറഞ്ഞത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണം. അതെങ്ങനെയാണ്? മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അതിന് വിശദീകരണം നൽകി. അദ്ദിബൂഹും വഅല്ലിമൂഹും അൽ ഖൈർ, നിങ്ങൾ അവർക്ക് അദബ് പഠിപ്പിക്കുക, ഏറ്റവും നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്ന്. ആ ഒരു ലക്ഷ്യമാണ് ഇവിടെ നടക്കുന്ന പ്രോഗ്രാമിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, ഗാനങ്ങൾ ആലപിക്കുന്നു, അവർ സംസാരിക്കുന്നു, പ്രസംഗിച്ച് ശീലിക്കുന്നു. എല്ലാം ഈ നന്മകൾ ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയാണ്. തിന്മയിൽ ആണ്ടുകിടക്കുന്ന ഒരു ലോകം, ആ തിന്മയുടെ കുത്തൊഴുക്കിൽ നിന്ന് നന്മയുടെ തീരത്തേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാനുള്ള കൂട്ടുകാർ ഒരുക്കുന്ന കളിച്ചങ്ങാടം
ആ നിലക്കുള്ള ഒരു ചങ്ങാടം എന്നുള്ള നിലക്കാണ് ഈ പ്രോഗ്രാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ എളിയ പരിശ്രമങ്ങൾക്ക് പരലോകത്ത് നീ വലിയ പ്രതിഫലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മക്കളെ, അറിവിൻ്റെ വസന്തത്തിലേക്ക് ലോകം ഒരു പക്ഷിക്കൂട് പോലെ പറന്നെത്താൻ വിശാലമായ ഒരു മേൽക്കൂര ഇവിടെ പണിത ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദുൽ കാസിമി അവരുകളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരു സംഗമത്തിന് നമുക്ക് ഒരുമിച്ച് ചേരാനുള്ള തൗഫീക്ക് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയാണ്, പ്രവർത്തനമാണ്. അതിന് നമ്മളെല്ലാവരും പ്രത്യേകം ആ കാര്യം സ്മരിക്കണം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. ഈ ഷാർജ രാജ്യാന്തര പുസ്തകമേള 44 വർഷമായി ഇവിടെ നടന്നു വരികയാണ്. അതിൽ 10 വർഷമായി നേരത്തെ ഇവിടെ ബഹുമാനായ സലാംക സൂചിപ്പിച്ചതുപോലെ ഈ ബോൾ റൂമിൽ സവിശേഷമായ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനും വിസ്ഡം ബുക്സിൻ്റെ വിശാലമായ ബുക്ക് സ്റ്റാള് തയ്യാറാക്കുവാനും പീസ് റേഡിയോയുടെ സ്റ്റുഡിയോ ഒരുക്കുവാനുമൊക്കെ പ്രത്യേകം താൽപ്പര്യമെടുത്തുകൊണ്ട് ഷാർജ ഭരണാധികാരിയുടെ ഈ അറിവിനോടുള്ള ആ ഇഷ്ടത്തോടൊപ്പം സഞ്ചരിക്കുന്ന വിസ്ഡത്തിൻ്റെ UAE ചാപ്റ്ററിനെയും അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന സാരഥികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ മനോഹരമായ വേദിയിലേക്ക് തങ്ങളുടെ മക്കളെ UAEയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഈ പ്രോഗ്രാമിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി താൽപ്പര്യം കാണിച്ച രക്ഷിതാക്കളെയും ഇത്രയും നല്ലൊരു പ്രോഗ്രാം മനോഹരമായി സംഘടിപ്പിക്കുവാൻ അക്ഷീണം അധ്വാനിച്ച എൻ്റെ സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളോട് 2-3 കാര്യങ്ങൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഒന്ന്, അറിവിൻ്റെ ആകാശമെന്ന് പറയുന്നത് ഒരിക്കലും വിദ്യാലയത്തിൻ്റെ മേൽക്കൂരയല്ല. അതിനുമപ്പുറത്ത് വിശാലമായി പറക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളെ സജ്ജമാക്കുന്നു എന്നതാണ് ഈ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ വിദ്യാർത്ഥി തലമുറക്ക് എന്താണ് പുസ്തകം, എന്താണ് അറിവിൻ്റെ ലോകം, അത് കേവലം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മിന്നിമറഞ്ഞുകൊണ്ടിരിക്കുന്ന ചപ്പുചവറുകളല്ല, മറിച്ച് വളരെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നാം അറിഞ്ഞിരിക്കേണ്ട, വായിച്ചിരിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് എന്ന് ഈ ഒരു പുസ്തകമേളയുടെ ഓരോ സ്റ്റാളുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോഴും വളരെ കൃത്യമായി തന്നെ ആ കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. അത് പുതിയൊരു തലമുറക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഇത്രയും വിശാലമായ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയെങ്കിൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. കാരണം ഇന്ന് വായന എന്ന് പറയുന്നത് അതൊരു ഭാവനാലോകത്താണ് വിഹരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനെ വളരെ മൂർത്തമായി ഇവിടെ അത് ഒരുക്കി വച്ചിരിക്കുന്നു. എന്താണ് പുസ്തകം, എന്താണ് പുസ്തകങ്ങളുടെ ലോകമെന്ന്
കണ്ണുകൊണ്ട് കാണാനും കൈകൊണ്ട് തൊട്ട് അറിയുവാനും നമുക്കത് എടുത്തു വെച്ച് വായിക്കുവാനും ഒക്കെ പറ്റുന്ന രീതിയിൽ വളരെ മൂർത്തമായി തന്നെ മനോഹരമായി ഇവിടെ ഇത് സംഘടിപ്പിച്ചു എന്നതും അത് കാണുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു എന്നതും ഒരു ചെറിയ കാര്യമല്ല. കുട്ടികൾ ഈ അവസരത്തിന്റെ പ്രാധാന്യത്തെ വളരെ പ്രാധാന്യപൂർവ്വം തന്നെ നിങ്ങൾ കാണേണ്ടതുണ്ട്. കാരണം മലയാളികളായ കുട്ടികളാണ് ഇവിടെ കൂടുതൽ വന്നു ചേർന്നിരിക്കുന്നത്. കേരളത്തിൽ ഇതിന് ഭാഗ്യം കിട്ടാത്ത എത്രയോ മക്കളുണ്ട്. അവരിൽ നിന്ന് വ്യത്യസ്തമായി ഈ രാജ്യാന്തര പുസ്തകമേളയുടെ വേദിയിൽ എത്തുവാനും ഈ ബോൾ റൂമിൽ നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സന്നിഹിതരാകുവാനും ഇതിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുവാനും ഇവിടെ മനോഹരമായ പാട്ടുകൾ പാടി വിശുദ്ധ ഖുർആനിന്റെ പാരായണം നിർവഹിച്ചു. ആ കുട്ടികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു രാജ്യാന്തര വേദിയിൽ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഒരു അവസരം ലഭിച്ചു എന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്നും ഓർക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് വലിയൊരു കാര്യമായി തന്നെ എടുക്കേണ്ടതുണ്ട്. അറിവെന്ന് പറയുന്നത് നിങ്ങളുടെ പുസ്തകങ്ങളിലും നിങ്ങളുടെ സിലബസിലും നിങ്ങളുടെ വിദ്യാലയങ്ങൾക്കുള്ളിലും ഒതുങ്ങുന്നതല്ല. അതിൻ്റെ ലോകം വളരെ വിശാലമാകുന്നുവെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ബൈനക വ ബൈനൽ കിതാബ് എന്ന ഈ പ്രമേയം അതിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ബിറ്റ്വീൻ യു ആൻഡ് എ ബുക്ക്, നിനക്കും പുസ്തകത്തിനും ഇടയിൽ ഒരു വലിയ ലോകമാണുള്ളത്. ആ ലോകം നമ്മൾ എത്രത്തോളം എഴുതുന്നുവോ, എത്രത്തോളം ചിന്തിക്കുന്നുവോ, എത്രത്തോളം വായിക്കുന്നുവോ അതിനനുസരിച്ച് ആ ലോകത്തെ നമുക്ക് വളരെ വിപുലമാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളും പുസ്തകവും തമ്മിലുള്ള ലോകം, അതിൻ്റെ ഇടയിലുള്ള ആ ഇടം എത്രമേൽ നമുക്ക് വലുതാക്കുവാൻ കഴിയുമെന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ നിങ്ങളോട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാ കുട്ടികളും ഇവിടെ ശ്രദ്ധിക്കാം. ഒരു മിനിറ്റ്, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇന്ന് മുതൽ ഈ രാജ്യാന്തര പുസ്തകമേളയിൽ പങ്കെടുത്ത ശേഷം ഒരു പ്രതിജ്ഞ എടുക്കാൻ പോവുകയാണ് നമ്മുടെ കുട്ടികൾ. നമ്മൾ ചെയ്യുന്ന 3 കാര്യവും ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യവും. അത് പറഞ്ഞാൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നിങ്ങൾ ഓർത്തു വെക്കൂലേ? ഇത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ഹെഡിങ്ങുകൾ നിങ്ങൾക്ക് ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാൻ എത്ര പേർക്ക് കഴിയുമെന്നാണ് ഞാൻ നോക്കുന്നത്. ഒന്ന്, നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പുസ്തകം നിങ്ങൾ ഇന്ന് മുതൽ വായിച്ചു തുടങ്ങണം. നിങ്ങളുടെ പാഠപുസ്തകമല്ല ഉദ്ദേശിക്കുന്നത്. പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് ഒരു പുസ്തകം നിങ്ങൾ ഇന്നു മുതൽ വായിച്ചു തുടങ്ങുക. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറിപ്പ് ഡയറിയിൽ എഴുതുക. അതിന് തൊട്ടടുത്തൊരു പുസ്തകം ലൈബ്രറിയിൽ നിന്നെടുക്കുക. അത് പിന്നീട് വായിച്ചു മുന്നോട്ട് പോവുക. ഇൻഷാ അല്ലാഹ് ആയുസ്സുണ്ടെങ്കിൽ ഇതുപോലെ അടുത്ത പ്രാവശ്യം ഈ രാജ്യാന്തര പുസ്തകമേളയിലോ അതല്ലെങ്കിൽ മറ്റൊരു പ്രോഗ്രാമിലോ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കും, ഇപ്പോൾ നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പൊതുപുസ്തകം ഏതാണ് എന്ന് ചോദിച്ചാൽ ധൈര്യസമയം നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഞാൻ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന പുസ്തകമാണ്. അത് മലയാള ഭാഷയിലാണ്, അതല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ്, അതല്ലെങ്കിൽ ഉറുദുവിലാണ്. ആ പുസ്തകത്തിന്റെ പേരിന്നതാണ്, അതിന്റെ 88ാമത്തെ പേജാണ് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്നു പറയാൻ കഴിയും വിധം നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഒരു തീരുമാനം നിങ്ങൾ ഇന്നെടുക്കുക. ഈ പുസ്തകമേളയിൽ വന്നതുകൊണ്ട് എന്തു മാറ്റമുണ്ടായി എന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നു മുതൽ ഒരു പുസ്തകം വായിക്കാൻ തീരുമാനിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് കഴിയുന്ന ആ തീരുമാനം എടുക്കാൻ കഴിയുന്ന കുട്ടികളൊക്കെ ഒന്ന് കൈവന്തിച്ചാൽ മതി. അൽഹംദുലില്ലാഹ്, പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ആദ്യം പൊന്തിച്ചു, ഇത് ആൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് വീണ്ടും പൊന്തിക്കുന്നു. അല്ലേ? ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പൊ ഒരു പുസ്തകം ഇന്ന് മുതൽ നമ്മൾ വായിക്കാൻ തീരുമാനിച്ചു. അൽഹംദുലില്ലാഹ്. രണ്ടാമത് നിങ്ങൾ ചെയ്യും എന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇന്ന് സുബൈ നമസ്കരിക്കാൻ നിങ്ങൾ രക്ഷിതാക്കൾ വിളിക്കാതെ സ്വയം എഴുന്നേറ്റ് സമയത്ത് നമസ്കരിച്ചവർ എത്രയുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ അബദ്ധത്തിലെങ്ങാനും ഇന്ന് എണീക്കാൻ വൈകുകയോ
ഒരു പക്ഷേ നിസ്കരിക്കാൻ രക്ഷിതാക്കൾ നിർബന്ധിക്കുകയോ ചെയ്തവർക്ക് അതൊരു പ്രയാസമുണ്ടാകുമെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ കൈ പൊന്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഞാൻ പറയട്ടെ, അടുത്തൊരു പ്രാവശ്യം വരുമ്പോ ആരൊക്കെയാണ് ഇന്ന് മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങാതെ സ്വയം എഴുന്നേറ്റ് വന്നുകൊണ്ട് ഒളുവെടുത്ത് സുബഹി നമസ്കരിച്ചവർ എന്ന് ചോദിച്ചാൽ ധൈര്യസമേതം കൈപൊന്തിക്കാൻ നിങ്ങൾ തയ്യാറാകില്ലേ? ആവൂലേ? തയ്യാറാണ് എന്ന് പറഞ്ഞേ. ഒന്നുകൂടെ ശബ്ദം പോരാ. ഞങ്ങൾ റെഡിയാണ്, അങ്ങനെ പറയൂ. ഞങ്ങൾ റെഡിയാണ്. എന്തിന്? നിങ്ങളെ നിർബന്ധിക്കാതെ സ്വയം നമസ്കരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ. ഇനി നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷിതാക്കൾക്കും ഇതിന്റെ സംഘാടകർക്കും ലോകത്ത് മുഴുവൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കുമൊക്കെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെയൊക്കെ മക്കൾ നന്നാകണം എന്നുള്ളത്. നിങ്ങൾക്ക് അഭിപ്രായമല്ലേ? മോശമാകണമെന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ. നമ്മൾ നന്നാകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്കൊരു സംശയം. ആ സംശയത്തിന് നിങ്ങൾ ഒരു മറുപടി പറഞ്ഞു തരണം. നമ്മൾ ആരുടെ മുമ്പിലാണ് നന്നാകേണ്ടത്? രക്ഷിതാക്കളുടെ മുമ്പിലാണോ? രക്ഷിതാക്കളുടെ മുമ്പിലാണോ? അധ്യാപകരുടെ മുമ്പിലാണോ? സുഹൃത്തുക്കളുടെ മുമ്പിലാണോ? നാട്ടുകാരുടെ മുമ്പിലാണോ? എന്നാൽ ഇവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ നല്ലവരാകണം. എന്നാൽ അവരുടെയൊക്കെ മുമ്പിൽ നല്ലവരാകുവാനുള്ള ഒരു ഒറ്റമൂലിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നല്ലവരാവുക. ആരുടെ മുമ്പിൽ നല്ലവരാവുക? അള്ളാഹുവിന്റെ മുമ്പിൽ നല്ലവരാവുക. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നല്ലവരാകുമ്പോൾ സ്വാഭാവികമായും നാം രക്ഷിതാക്കളുടെ മുമ്പിൽ നല്ലവരാകും. നാം അള്ളാഹുവിന്റെ മുമ്പിൽ നല്ലവരാകുമ്പോൾ നമ്മൾ അധ്യാപകരുടെ മുമ്പിൽ നല്ലവരാകും. നാം അള്ളാഹുവിന്റെ മുമ്പിൽ നല്ലവരാകുമ്പോൾ ഈ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ നല്ലവരാകും. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. ആർക്കാണ് സ്വർഗം? ആർക്കാണ് സ്വർഗം? അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്ന് തിരിച്ചു നടക്കുന്നവരാരോ അവരെ കാത്തിരിക്കുന്നതാകുന്നു സ്വർഗമെന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ അള്ളാഹു കാണുന്നുണ്ട് എന്ന ഓർമ്മയോടുകൂടി നമുക്ക് ജീവിക്കുവാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയോട് തന്റെ പിതാവ് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയോട് അലൈഹിസ്സലാം തന്റെ മകനോട് പറയുന്ന ഒരു ഉപദേശമുണ്ട്. എന്താണ് ആ ഉപദേശം? യാ ബുനയ്യ, പൊന്നുമകനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. യാ ബുനയ്യ, പൊന്നുമകനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, നിശ്ചയമായും ഒരു കാര്യം അതൊരു കടുകുമണിയുടെ തൂക്കമായിരുന്നാലും എന്നിട്ട് ഫതകും ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള്, അത് ആകാശങ്ങളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വച്ചാലും യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹു ലതീഫുൻ ഖബീർ, നിശ്ചയമായും അല്ലാഹു നിഗൂഢജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നുവെന്നാണ്. അഥവാ നമ്മൾ ചെയ്യുന്നതും ചെയ്യാത്തതും എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് രാത്രി ചെയ്താലും പകല് ചെയ്താലും, അത് സിറ്റ് ഔട്ടിൽ വെച്ച് ചെയ്താലും ബാത്റൂമിൽ വെച്ച് ചെയ്താലും ഹോസ്റ്റലിൽ വെച്ച് ചെയ്താലും വീട്ടിൽ വെച്ച് ചെയ്താലും റോട്ടിൽ വെച്ച് ചെയ്താലും എല്ലാം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പടച്ചതമ്പുരാനുണ്ട്. ആ അള്ളാഹുവിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. എന്റെ ഉപ്പ കാണുന്നില്ല, എന്റെ ഉമ്മ കാണുന്നില്ല, എന്റെ ഉസ്താദ് അറിയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ തെറ്റു ചെയ്യരുത്. എല്ലാം കാണുന്ന ഒരു റബ്ബുൽ ആലമീനുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിലും നന്നാകുവാനുള്ള ഒറ്റമൂലിയാണ് റബ്ബിന്റെ മുന്നിൽ നന്നാവുക, അള്ളാഹുവിന്റെ മുമ്പിൽ നന്നാവുക എന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ.
ഒരു പുസ്തകം ഇന്ന് മുതൽ വായിക്കാൻ തുടങ്ങുക. അതേപോലെ അള്ളാന്റെ മുമ്പിൽ നന്നാവുക. അതോടുകൂടി നമ്മുടെ എല്ലാവരുടെ മുമ്പിലും നന്നാവും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവിടെയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളുണ്ട്. ഇന്ന് തീരുമാനിക്കുകയാണ് ഈ രാജ്യാന്തര പുസ്തകമേളയുടെ ഈ ബാൾ റൂമിൽ വെച്ചുകൊണ്ട് മക്കളെ നമ്മളൊരു വലിയ തീരുമാനമെടുക്കുകയാണ്. എന്താണ് ആ തീരുമാനം? ഞാൻ ജീവിതത്തിൽ ഒരിക്കലും തന്നെ കളവ് പറയുകയില്ല എന്ന് തീരുമാനിച്ചൂടെ? ഞാൻ ഒരിക്കലും തന്നെ ജീവിതത്തിൽ എന്തില്ല, കളവ് പറയില്ല. അത് തീരുമാനിച്ചാൽ നിങ്ങളെ ജീവിതം രക്ഷപ്പെട്ടു. സ്കൂളിൽ പോയിട്ട് കുറച്ച് സമയം വൈകിയാണ് വീട്ടിലെത്തിയത്. സാധാരണ എത്തുന്ന സമയത്ത് എത്തിയില്ല. അവ ചോദിച്ചു, ഉമ്മ, അല്ല മോളെ, അല്ല മോനെ, നീ എന്തേ ഇന്ന് വൈകിയത്? അപ്പൊ യഥാർത്ഥത്തിൽ വൈകാനൊരു കാരണമുണ്ടായിരുന്നു, പക്ഷെ അത് പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു കളവ് മെല്ലാണ് പറഞ്ഞു. ആ കളവ് പറയുമ്പോൾ അടുത്തത് ചോദിക്കും, അല്ലേ? നമ്മൾ പറയണെന്ത്, ഞാൻ എൻ്റെ സുഹൃത്തിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി, അതുകൊണ്ടാ വൈകിയത്. അപ്പൊ ഉമ്മ ചോദിക്കും, ഏത് ഫ്രണ്ടിന്റെ വീട്ടിൽ? അപ്പൊ കളവാ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യേണ്ടത്? ആരെങ്കിലും ഒരാളെ പേര് പറയേണ്ടി വരും. അപ്പൊ 2 കളവായി. എന്നിട്ട് അവിടെ പോയിട്ട് എന്തേ കഴിച്ചത്? അവിടെ പോയിട്ടില്ലല്ലോ. അപ്പൊ കഴിച്ച എന്തെങ്കിലും ഭക്ഷണത്തിന്റെ പേര് പറയേണ്ടി വരും. അപ്പൊ എത്ര കളവായി? 3 കളവായി. പിന്നെ പറയുന്നത് മുഴുവൻ കളവായിരിക്കും. ഒരു കളവ് പറഞ്ഞാൽ അത് അടച്ചു വെക്കണമെങ്കിൽ 100 കളവെങ്കിലും പറയേണ്ടി വരുമെന്നാണ്. അപ്പൊ ഒരു കാരണവശാലും കളവ് പറയരുത്. അതാണ് ഇന്നെടുക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം. 2ാമത്തെ തീരുമാനം, ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്ന 2ാമത്തെ തീരുമാനം, ഞാൻ കാരണം എന്റെ മാതാപിതാക്കൾ ഒരിക്കലും കണ്ണീര് കുടിക്കുകയില്ല, അവർ കരയുകയില്ല, അവരുടെ മനസ്സ് വേദനിക്കുകയില്ല. തീരുമാനിച്ചൂടെ? ഞാൻ കാരണം എന്റെ മാതാപിതാക്കൾ സന്തോഷിക്കുകയേ ചെയ്യൂ. ഞാൻ കാരണം എന്റെ മാതാപിതാക്കൾ അവരുടെ മനസ്സിൽ അവരുടെ കണ്ണിൽ കൺകുളിർമയുണ്ടാവുകയേ ചെയ്യൂ. എന്നെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടേണ്ട ഒരു കാര്യം എന്റെ മാതാപിതാക്കൾക്ക് ഒരു കാരണവശാലും ഉണ്ടാകില്ല എന്ന തീരുമാനം ഇന്ന് നമുക്ക് എടുക്കുവാൻ കഴിയണം. ഒരിക്കലും മാതാപിതാക്കൾ കരയുന്ന, വിഷമിക്കുന്ന, നമ്മുടെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കരുത്. 3ാമത്തെ കാര്യം, നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു പക്ഷേ വീട്ടിൽ നിങ്ങളുടെ പഠനാവശ്യത്തിന് വേണ്ടി മൊബൈൽ ഫോൺ വാങ്ങി തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതുപോലെയുള്ള ടാബുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും. ആ ടാബുകൾ, മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ ഒരിക്കലും തന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കാണാൻ നിങ്ങൾ ഉപയോഗിക്കരുത്. അതിൽ ഗെയിമിന് അടിമയാകരുത്. ഗെയിം കളിച്ചതിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഗെയിമിന് അടിമയായാൽ പിന്നെ തിരിച്ചു വരാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഇന്റർനെറ്റിന്റെ ആ അപകട ചുഴിയിൽ ഒരിക്കലും ഞാൻ അകപ്പെടില്ല എന്ന് തീരുമാനിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അവസാനമായി ഈ മക്കളെയും കൂട്ടിപ്പിടിച്ച് ഈ ഒരു രാജ്യാന്തര പുസ്തകമേളയുടെ ഈ വേദിയിലേക്ക്, ഈ പ്രൗഢമായ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ രക്ഷിതാക്കളോടൊരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണതെന്നോ, നിങ്ങൾ ഈ UAE-യുടെ ഈ വിശാലമായ ഭൂമികയിൽ നിങ്ങളുടെ ഒരു കൊച്ചു കുടുംബത്തെയും കൂട്ടിപ്പിടിച്ച് ഇവിടെ വന്ന് നിങ്ങൾ താമസിക്കുന്നത് നിങ്ങളുടെ നാട് വിട്ട് പോരാനുള്ള ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ്, നിങ്ങളുടെ അതിജീവനത്തിന് വേണ്ടിയാണ്. ആ അതിജീവനത്തിന് ഇടയിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ട സമയം നിങ്ങൾ കൊടുത്തിരിക്കണമെന്നാണ് എനിക്ക് എൻ്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്. ജോലി നമുക്ക് ആവശ്യമാണ്. എന്തിനാണ് നമുക്ക് ജോലി? എന്തിനാണ് നമുക്ക് പണം? എന്തിനാണ് നമ്മൾ ഓവർ ടൈം പണിയെടുക്കുന്നത്? ഇതാ ഈ ഇരിക്കുന്ന പിഞ്ചോമന മക്കൾക്ക് വേണ്ടിയാണ്. ഈ മക്കളുടെ ഭാവി ഉദ്ദേശിച്ചുകൊണ്ടാണ്. പക്ഷെ ആ മക്കളുടെ ഭാവിയിൽ അവർക്ക് പണം മാത്രം പോരാ, അവർക്ക് നിങ്ങളുടെ സാമീപ്യം വളരെ പ്രധാനമാണ്. ആ സാമീപ്യം ഏതെങ്കിലും ആയമാരുടെ സാമീപ്യം കിട്ടിയാൽ മാത്രം പോരാ. ഉപ്പയുടെ സാന്നിധ്യത്തിന് പകരം ഉമ്മയുടെ സാന്നിധ്യം കൊണ്ട് പരിഹാരമാകില്ല. ഉമ്മയുടെ പരിഗണനയ്ക്ക് പകരം ഉപ്പയുടെ പരിഗണന കൊണ്ട് കാര്യമാവുകയില്ല. ഉപ്പയും ഉമ്മയും ഒന്നിച്ചു കൊടുക്കേണ്ട രക്ഷാകർത്തൃത്വത്തിന് പകരം കൊടുക്കുവാൻ
പകരം നിൽക്കുവാൻ ഇവിടെ ഒരു സംവിധാനവുമില്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര വലിയ ജോലിയിലുള്ളവരാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ തിരക്കുള്ളവരാണെങ്കിലും, നമ്മുടെ മക്കൾക്കുള്ള ഒരു ഷെഡ്യൂൾ നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയേ പറ്റൂ. മക്കൾക്ക് നിങ്ങൾ സമയം കൊടുത്തില്ല എങ്കിൽ, നിങ്ങൾ പണം കൊടുത്തത് കൊണ്ടോ മറ്റു ഭൗതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത് കൊണ്ടോ, എത്ര വലിയ വിദ്യാലയത്തിൽ ചേർത്തി പഠിപ്പിച്ചത് കൊണ്ടോ നിങ്ങൾക്ക് കാര്യമില്ല. ഓരോ സമയത്തും നമ്മളിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നത് വളരെ പ്രധാനമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ ദുനിയാവിന്റെ പഠനത്തിന്റെ തിരക്കിനിടയിൽ, ഓട്ടത്തിനിടയിൽ അവർക്ക് ദീനീ പഠനം കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. മതപരമായ വിദ്യാഭ്യാസം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകരുത്. മദ്രസയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, പോകുന്നുണ്ട്. എവിടെ? അതൊരു ഓൺലൈൻ ക്ലാസ്സാണ്. മദ്രസ ഒരു ഓൺലൈനിൽ മതി. ഞാൻ ഓൺലൈനിൽ മദ്രസ വിദ്യാഭ്യാസം പാടില്ല എന്നല്ല പറയുന്നത്. ഒരു നിലക്കും മദ്രസ വിദ്യാഭ്യാസത്തിന് ഫിസിക്കലായി എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് വലിയൊരു ആശ്വാസമാണ് ഓൺലൈൻ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിൽ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഈ UAE-യിലും പരിസര പ്രദേശങ്ങളിലും ഇവിടെയുള്ള ഔക്കാഫിന്റെ അനുവാദത്തോടുകൂടി തന്നെ, വിസ്ഡം കൂട്ടായ്മയുടെ ഒക്കെ ആശീർവാദത്തോടും പിൻബലത്തോടും കൂടി തന്നെ നടക്കുന്ന ഒട്ടനവധി സംവിധാനങ്ങൾ ഈ UAE-യുടെ പല ഭാഗങ്ങളിലുമുണ്ട്. തൊട്ടു മുമ്പിൽ അല്ലെങ്കിൽ അല്പം സമയം നമ്മൾ ചെലവഴിച്ചാൽ നമ്മുടെ മക്കളെ നമ്മുടെ മദ്രസകളിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ അവിടെ എത്തിച്ചുകൊണ്ട് തന്നെ പഠിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഒരിക്കലും ദീനീ പഠനം നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. അത് കൊടുത്തില്ല എങ്കിൽ അവർ ഡോക്ടർ ആയതുകൊണ്ടോ, അവർ എഞ്ചിനീയർ ആയതുകൊണ്ടോ, അവർ വളരെ ഉയരങ്ങളിലേക്ക് എത്തിയത് കൊണ്ടോ ഈ ദുനിയാവിൽ പോലും നിങ്ങൾക്ക് അവരെ ഉപകാരപ്പെട്ടുകൊള്ളണമെന്നില്ല. നമ്മൾ ICU-ൽ കിടക്കുന്ന സമയത്ത് അവർ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും. അവിടുന്ന് ഫോൺ ചെയ്തു പറയുമെന്ത്, ICU-വിന്റെ ബില്ല് ഞാൻ അടച്ചുകൊള്ളാം, എനിക്ക് ലീവ് കിട്ടില്ല, ഞാൻ വരില്ല എന്ന് പറയും. ഈ ദുനിയാവിൽ മാത്രമല്ല, പരലോകത്ത് എന്തായാലും ഉപകാരപ്പെടൂല. അതുകൊണ്ട് ഒരിക്കലും വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, പ്രാർത്ഥിക്കുന്ന മക്കൾ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു സൗഭാഗ്യമാണ്. അത് നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല ഡ്രസ്സ് കൊടുക്കണം, അവർക്ക് ചികിത്സ കൊടുക്കണം, സുരക്ഷ കൊടുക്കണം. അതിൻ്റെ ഒക്കെ അപ്പുറത്ത് അവർക്ക് മതവിദ്യാഭ്യാസം ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങളിവിടെ ജീവിക്കുമ്പോൾ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ള, നിങ്ങളുടെ ഉപ്പമാർ, നിങ്ങളുടെ ഉമ്മമാർ, അവരെ നിങ്ങൾ ഓർക്കണം, അവരെ ചേർത്ത് പിടിക്കണം, അവരുമായി നല്ല ബന്ധത്തിൽ നിങ്ങൾ ഉണ്ടാകണം. അതല്ലാതെ മറ്റു കുടുംബങ്ങളുമായിട്ടൊക്കെ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും മാത്രമായി ചുരുങ്ങരുത്. അതിൻ്റെ അപകടം എന്താണെന്നോ, നിങ്ങളുടെ കുട്ടി അത് കണ്ടുകൊണ്ടാണ് വളരുന്നത്. ആ കുട്ടിയും വളർന്ന് വലുതാകുമ്പോൾ അവനും അവളും ഇതുപോലെ കല്യാണം കഴിച്ച് നിങ്ങളെയും വിട്ടുപോയി നിങ്ങളെ മറന്നുകൊണ്ടൊരു ലോകമായിരിക്കും അവർക്കും ഉണ്ടാവുക. അതുകൊണ്ട് ദുനിയാവിൽ അത് നമുക്ക് തന്നെ തിരിച്ചു വരുന്ന പ്രശ്നമാണ്. നമ്മൾ എന്താണോ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അതാണ് അവർ നമുക്ക് തിരിച്ചു നൽകുക എന്ന ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് SIR എന്ന് പറയുന്ന ഒരു പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഉണ്ട്. 2002 ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നോക്കാത്തവരാരെങ്കിലും ഉണ്ട് എങ്കിൽ അത് നോക്കണം. ആ പേര് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഉപ്പമാരുടെ ഉമ്മമാരുടെ ആ ക്രമ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ BLOമാർ വരുമ്പോൾ അതിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തണം. അതിനാവശ്യമായ ശ്രദ്ധ ഈ സമയത്ത്, ഈ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ നിങ്ങൾ ഉണ്ടാക്കണം. ഒരിക്കലും അത് അശ്രദ്ധമായി കളയരുത്. ഇതൊരു വോട്ടാവകാശത്തിന്റെ വിഷയം മാത്രമല്ല, ഇത് നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെടുന്നത് കൂടിയാണ് എന്ന കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി, ജാഗ്രതയോടുകൂടി ആ രംഗത്ത് മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.